നമസ്കാരം, എല്ലാവർക്കും സോനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇനി എല്ലാവർക്കും അടിപൊളി ചിക്കൻ ബിരിയാണി തയ്യാർ ചെയ്യാം. എല്ലാവർക്കും പാർട്ടികളിൽ സ്റ്റാർ ആവാം. ഇത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ മസാല പ്രിപ്പയർ ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ റൈസ് ദം ചെയ്യുന്നതുമാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നമുക്ക് വേണ്ടി ഷെയർ ചെയ്തത് സിജു പെപ്പയാണ്. പെപ്പയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ്. പെപ്പയുടെ ഒരു മാസ്റ്റർ റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബെല്ല് പ്രസ് ചെയ്യുമ്പം ഓൾ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസും ഒക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വറുക്കാനുള്ള സവാളയാണ്. വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിരുന്ന സവാള വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിയണം, എന്നാലേ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സവാള കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒരു 6 സവാളയോളം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടിയും കിസ്മിസും അതേപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. എല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കാം. ഫ്രോസൺ ചിക്കൻ ആണ്. അപ്പോൾ അത് തലേദിവസം പുറത്തെടുത്ത് വെച്ച് നന്നായി തണുപ്പ് പോയ ശേഷം മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മസാല തേച്ച് വെക്കാം. ഇതിലേക്ക് മസാലയായിട്ട് നമ്മൾ എടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമാണ്. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലേക്കാക്കുക. ഇനി ഇതിലേക്ക് പുളിക്കാവശ്യമായ ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊത്തി വെക്കുക. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ മസാല, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് അധികം എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് പൊടിയിൽ നിന്ന് നല്ല ഫ്ലേവർ വരാൻ തുടങ്ങും. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് സവാള വാട്ടിയെടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഓയിൽ ഇട്ടിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി ചേർത്ത ശേഷം ഇതേപോലെ നന്നായിട്ട് വഴറ്റണം. ശരിക്കും വഴന്നു വന്ന് കഴിയുമ്പം ഇത് ചട്ടിയിൽ നിന്ന് അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിട്ട് വരും. ഇതേ രീതിയിലാവുന്ന വരെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു തക്കാളിയാണ് അരച്ചത്, വലിയ തക്കാളിയായിരുന്നു. അപ്പോൾ ഒരു തക്കാളിയുടെ ജ്യൂസാണ് ഇവിടെ ചേർത്ത് വയ്ക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഗരം മസാലയൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചത് ഉപയോഗിക്കാം. നമ്മൾ ഇരിക്കുമ്പോൾ ഒരു കടായി ചിക്കൻ്റെ റെസിപ്പി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗരം മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇപ്പോൾ വെള്ളം ചേർക്കും തോറും നമ്മുടെ മസാല അധികം അരച്ച പോലെ ഇൻക്രീസ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നന്നായിട്ട് വഴറ്റിയത് കൊണ്ടാണ് ഇതേപോലെ നമ്മുടെ മസാല നല്ല തിക്കായി പേസ്റ്റ് രൂപത്തിലായി കിട്ടിയത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പം കുറച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ ഒഴിക്കും തോറും നമ്മുടെ മസാല തിക്കായി ഇൻക്രീസ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസുകളെല്ലാം വറുത്ത് ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ഇപ്പൊ റെഡിയായി വന്നിട്ടുണ്ട്. തിക്ക് ഗ്രേവിയിൽ ചിക്കനൊക്കെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. ചൂടായ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ നെയ്യോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായ ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം സ്പൈസസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ്, ഗ്രീൻ പീസ്, പൈനാപ്പിൾ ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 10 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതിന് ഇരട്ടി 20 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പിടാം. വെള്ളം തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്നതായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് നമ്മുടെ വെന്ത റൈസിൽ മിക്സ് ചെയ്യാൻ വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ആദ്യം വറുത്ത കിസ്മസും അണ്ടിപ്പരിപ്പും അതേപോലെ സവാളയും പിന്നെ പുതിനയില, മല്ലിയില, പൈനാപ്പിൾ ഇവ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് റൈസിലേക്ക് ചേർത്ത് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഫുള്ളായിട്ട് മാറ്റാതെ തന്നെ എങ്ങനെയാണ് മസാല മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതേപോലെ കുറച്ച് സ്പേസ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ പീസസും മസാലയും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കുറച്ചായി നമുക്ക് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുറച്ചു നേരം ദം ചെയ്ത് വെക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി ഫ്ലേവറാണ്. തുറക്കുമ്പോൾ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. റൈസിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മസാലയുടെ കാര്യം പറയണ്ടല്ലോ, ചിക്കൻ മസാല പൊളിയാണ്. നമ്മുടെ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലിൻ്റെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്